ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കുക. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ച് പറയുകയാണ്. അവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ആരാണ് ഈ അവർ? ഈ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിക്കാത്തവർ, ദൈവവചനത്തിന്റെ സത്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാതെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സുവിശേഷത്തിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷയും നിത്യജീവനും തള്ളിക്കളഞ്ഞ് സ്വന്തം കഴിവിലും സ്വന്തം നീതിയിലും ലോകസുഖങ്ങളിൽ ജീവിച്ച് പാപത്തിന്റെ ഇമ്പങ്ങളിൽ രസിച്ച് മുന്നോട്ട് പോയവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ശിക്ഷ. എന്താണ് അവർ പറയുന്നത്? സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ശാസ്ത്രത്തിലൂടെയും സാമ്പത്തികമായ രംഗത്തിലൂടെയും ഭൗതികമായ ഉയർച്ചയിലൂടെയും ഉണ്ടാകുന്ന സമാധാനം, നിർഭയം, അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. ശാസ്ത്രീയമായിട്ടും മനുഷ്യൻ സാങ്കേതിക രംഗത്തുമൊക്കെ ഉയർച്ച നേടിയത് കൊണ്ട് മനുഷ്യൻ കൂടുതൽ ഭൗതികമായ ഉയർച്ച കൈവരിച്ചതുകൊണ്ട് മനുഷ്യൻ സമാധാനം ഉണ്ടാകും, നിർഭയമായിട്ട് വസിക്കാം എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ ലോകത്ത് എവിടെ നോക്കിയാലും സമാധാനമില്ല. ഓരോ ദിവസവും യുദ്ധം മൂലം മറ്റ് നിരവധിയായിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളിലൂടെ എത്ര പേരാണ് ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്? അക്രമവും അനീതിയും കൊള്ളയും കൊള്ളിവെപ്പും മറ്റ് ഏറ്റവും ഹീനമായ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എത്രത്തോളം സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നാലും മനുഷ്യന്റെ പാപം എന്ന പ്രശ്നം പരിഹരിക്കാത്തിടത്തോളം കാലം അത് മനുഷ്യന് ഈ ലോകത്തിൽ സംതൃപ്തിയോടും സമാധാനത്തോടും സുരക്ഷിതത്തോടും കൂടെ ജീവിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ മനുഷ്യന്റെ ഒരു തെറ്റായ സമാധാനവും തെറ്റായ സുരക്ഷിതത്വമാണ്. ഇവിടെ അവർ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ദൈവമക്കൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. കർത്താവായ യേശുക്രിസ്തു വന്ന് ദൈവമക്കളെ ചേർത്തതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചുകൂടെ നമുക്കിവിടെ കാണാം. അന്തിക്രിസ്തുവിന്റെ ആദ്യത്തെ 3.5 വർഷക്കാലത്തെ ഭരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ യഹൂദന്മാരുമായിട്ട് സമാധാന ഉടമ്പടി ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ പാലസ്തീന്റെ പ്രദേശങ്ങളിലും ഗാസയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വളരെ സംഘർഷഭരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് വന്ന് ദൈവസഭയെ ചേർത്ത് കഴിയുമ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടുകയാണ്. അന്തിക്രിസ്തുവിന്റെ 3.5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ആദ്യത്തെ 3.5 വർഷക്കാലം യഹൂദനുമായിട്ട് ഉടമ്പടി ചെയ്ത് ഒരു തെറ്റായ സമാധാനം വാഗ്ദാനം ചെയ്യുകയാണ്. ലോകം ചിന്തിച്ചു, ഏക ലോക ഭരണകർത്താവിന്റെ കീഴിൽ യുദ്ധങ്ങൾ അവസാനിച്ചു, സംഘർഷങ്ങളില്ലാതെയായി, ലോകം സമാധാനത്തിലായി എന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ അതൊരു താൽക്കാലികമായിരിക്കുന്ന
അവസ്ഥയാണ് എന്ന് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അവർ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത്, അവര് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ദൈവത്തിന് ന്യായവിധി വരും എന്നുള്ളത് ഒരു കാര്യമാണ്. 3.5 വർഷത്തെ പഠനത്തിന് ശേഷം അന്തിക്രിസ്തു യഹൂദന്മാരോടുള്ള ആ നിയമം ലംഘിക്കുകയും യഹൂദ ജനത്തെ പീഡിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. മാത്രമല്ല, ആ 3.5 വർഷക്കാലം മഹാപീഡന കാലഘട്ടമാണ്. ദൈവത്തിന്റെ കോപം ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ന്യായവിധി ലോകത്തിന്മേൽ പെയ്തിറങ്ങുന്ന കാലഘട്ടമാണ്. അന്നത്തെ കാലത്ത് അവിശ്വാസികളായ ആളുകൾ പീഡിക്കപ്പെടുകയാണ്. അവർക്ക് അവിശ്വാസം നിമിത്തമുള്ള ദൈവകോപത്തിലേക്ക് അവർ വീഴുകയാണ്. നമുക്കറിയാം, എൻ്റെ പഴയ നിമിത്തത്തിലുള്ള ഉദാഹരണമുണ്ട്. നോഹയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26 മുതൽ 29 വരെ 2 കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. ഒന്ന് നോഹയുടെ കാലഘട്ടം. നോഹയുടെ കാലഘട്ടത്തിന് ആ നോഹയും കുടുംബവും ജലപ്രളയത്തിന് മുമ്പ് പെട്ടകത്തിൽ കിടക്കുന്നത് വരെ അന്നോട്ടുള്ള ജനം വളരെ സമാധാനത്തിലാണ് മുന്നോട്ട് പോയത്. അവർ വിറ്റും നടുകയും വിവാഹത്തിന് എടുക്കുകയും അതിങ്ങനെ ലോക സുഖങ്ങളിലും ലോക സന്തോഷങ്ങളിലും ഭൗതികമായ കാര്യങ്ങളിൽ രസിച്ച് ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ച് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാതെ പോയപ്പോൾ നോഹ പെട്ടകത്തിൽ കടന്ന സമയം ന്യായവിധി മഴ രൂപത്തിൽ ഇറങ്ങി വരികയും ആ ജനം നശിച്ചു പോവുകയും ചെയ്തു. പെട്ടെന്നാണ് അവർക്ക് നാശം വന്നു ഭവിച്ചത്. അതുപോലെ തുടർന്ന് കർത്താവ് ലോത്തിന്റെ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോത്ത് സ്വതം വിട്ടു പോകുന്നത് വരെ അവിടെയുള്ള ജനങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. അവരും ഈ ലോക സന്തോഷങ്ങളിലും സുഖങ്ങളിലും രസിച്ച് ദൈവത്തിന്റെ അള്ളപ്പാടിനെ തള്ളിക്കളഞ്ഞ് ദൈവം ഇല്ല എന്ന നിലയ്ക്ക് ജീവിക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ ജീവിതം നയിച്ചു. എന്നാൽ നീതിമാനായ ലോത്ത് സ്വതം വിട്ടുപോയ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വന്ന് ജീവൻ ഗന്ധവും പെയ്തിറങ്ങി ചാവുകടലായി അത് മാറുവാൻ ഇടയായി. ഇപ്പോൾ ലോകത്തിന്റെ പാപത്തിന് മേൽ ദൈവം ന്യായം വിധിക്കും. എന്നാൽ അതിനു മുമ്പ് ദൈവം പ്രവാചകന്മാരിലൂടെയും മറ്റും ദൈവം അള്ളപ്പാട് നൽകുന്നുണ്ട്. എന്നാൽ കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് യെരമ്യാവിന്റെ കാലത്ത്, ഹെസ്കേലിന്റെ കാലത്തും മീഖായുടെ കാലത്തും നാം കാണുന്നുണ്ട്. അവർ സമാധാനം എന്ന് പറഞ്ഞ് ആ ജനത്തിന്റെ പുത്രിയുടെ മുറിവിനെ ലഘുവായിട്ട് ചികിത്സിക്കുകയാണ്. ജനത്തെ മാനസാന്തരത്തിലേക്കും പാപത്തിന്റെ വഴികളിലേക്കും മടക്കി വരുത്താൻ കഴിയാത്ത ദുരുപദേഷ്ടക്കന്മാർ എഴുന്നേൽക്കുന്ന കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടം ദൈവത്തിന്റെ ന്യായവിധി വരും എന്ന് ഇവിടെ പറയുകയാണ്. അവിശ്വാസം നിമിത്തം ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നു. ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വരും, അവർക്കൊഴിയാവുന്നതല്ല. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആ നാശത്തിന്റെ സ്വഭാവം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ എപ്പോഴാണ് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് ആർക്കും അറിയത്തില്ല. പെട്ടെന്നത് വരും. മാത്രമല്ല, അത് ഭയങ്കര കഠിനമായ വേദനയാണ്. ലോകത്തിന് മേൽ ന്യായവിധി വരുന്നത് എപ്പോഴാണെന്ന് മനുഷ്യൻ അറിയത്തില്ല. മനുഷ്യൻ വിചാരിക്കുന്ന ന്യായവിധിയൊന്നും വരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആ ന്യായവിധി വരും. അത് ഏറ്റവും കഠിനമായിരിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. അവിശ്വാസികളായ ആളുകൾക്ക്, വിശ്വസിക്കാത്തവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. എന്നാൽ ദൈവമക്കൾക്ക് ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലത്ത് ഇതുവരെയും ഈ സുവിശേഷത്തിന്റെ സന്ദേശം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്തവരായി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, വരാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയാണ്. ആ ന്യായവിധി ആർക്കും തെറ്റിയൊഴിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പാപത്തെ ഓർത്ത് അനുദപിച്ച് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്ത യേശു കർത്താവിനെ സ്വീകരിക്കുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾക്ക് ഈ ലോകത്തിലെ സമ്പത്തിലോ ഈ ലോകത്തിലെ ഉയർച്ചയിലോ ഈ ലോകത്തിലെ ഒന്നിലും പ്രശംസിക്കാതെ ദൈവത്തിന്റെ വചനത്തിൽ പ്രശംസിച്ചുകൊണ്ട് ഈ ന്യായവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ കാത്തിരിക്കുവാൻ കർത്താവിന്റെ ഒരു നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുക. ഈ വലിയ ന്യായവിധിയും ദൈവം നമ്മെ വിടുവിച്ചല്ലോ എന്നോർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.